കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഭരണ തുടർച്ചയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇനി ഒന്നും പറയാനില്ല എന്നും 10 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസും ഇതേപോലെ പോകേണ്ടി വരുമെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചു. ഒഴിയാണല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും ഒഴിയല്ലോ. ഗവൺമെന്റ് മാറി ഒഴിയും. ഞാനിപ്പോൾ ഒഴിയാനാണ് പറഞ്ഞത്. സാർ പിന്നെ തന്നെ ഒഴിയാണ്. കാണാനുള്ളത് പറയാനുള്ളത് ഇപ്പോഴത്തെ റിസൾട്ടിന് എങ്ങനെയാണ് സാർ പറയുന്നത്? ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഒരു സർക്കാർ മാറി വരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥാനങ്ങളിലുള്ള ആളുകൾ എന്തായാലും രാജി വെക്കും. അതാണ് ഒരു നമ്മൾ കണ്ടെന്ന സ്വാഭാവിക നടപടികൾ. ഇതിപ്പോൾ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇതിന്റെ ശ്രദ്ധ കൊണ്ടത്. എന്താണ് കെ സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ 10 വർഷം എന്നുള്ള കണക്കാണോ? 10 വർഷം കഴിഞ്ഞ് കോൺഗ്രസും ഇതുപോലെ പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത്. 10 വർഷം ഉറപ്പിച്ചോ? അപ്പോൾ സച്ചിദാനന്ദന്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. 10 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസിന് സമാനമായ രീതിയിൽ ഇറങ്ങി പോകേണ്ടി വരും. അദ്ദേഹം ഒരു ഒഴുക്കിന് പറഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും വിമർശനം അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. എന്തായാലും ഇതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്നാണ് കെ സച്ചിദാനന്ദൻ, എഴുത്തുകാരനും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും ഒക്കെയായ കെ സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകാത്തതിനെ ഒരു ഘട്ടത്തിൽ പോലും പിന്തുണയ്ക്കുന്നില്ല. അത് സ്വാഭാവികമായ നടപടിക്രമമാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലും കുറിച്ചത്. ഇനി രാജിവെക്കുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 4 മണിയോടുകൂടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് അദ്ദേഹം ഔദ്യോഗിക കാറിൽ എത്തിയത്. അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ പ്രതികരണം ആരാഞ്ഞ് 2022 മാർച്ച് മുതൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കെ സച്ചിദാനന്ദൻ ഉണ്ടായിരുന്നു. അശോകൻ ചെരുവിലാണ് നിലവിൽ വൈസ് പ്രസിഡന്റ്. അദ്ദേഹവും രാജി സമർപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിൽ മുഖാന്തരം രാജി സമർപ്പിച്ചു എന്നാണ് അല്പസമയം മുൻപ് അശോകൻ ചെരുവിൽ അറിയിച്ചത്. എന്തായാലും തുടർഭരണം ഒരുപക്ഷെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ച് പരസ്യമായി പറഞ്ഞ് രൂക്ഷമായ വിമർശനം ഉയർത്തിയ കെ സച്ചിദാനന്ദൻ ഒടുവിൽ ഭരണ തുടർച്ച ഉണ്ടാകാത്തതിനെ തുടർന്ന് 3 മാസം കൂടി 1 വർഷം കൂടി നീട്ടി നൽകിയിരുന്നു. പക്ഷേ ആ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാത്തതിനെ തുടർന്ന് സ്വാഭാവിക നടപടിക്രമമെന്നോണം ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങി വരും. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇനിയൊന്നും പറയാനില്ല, തൻ്റെ മുൻ പ്രസ്താവനകളെക്കുറിച്ച് ഇനി തനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും 10 വർഷമെന്ന ഒഴുക്കൻ മട്ടിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതൊരു ഒഴുക്കൻ മട്ടിൽ തന്നെയാണ് എന്നാണ് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തെ കണ്ടുനിന്ന ആളുകളും പറയുന്നത്. പക്ഷേ കോൺഗ്രസിനും സമാനമായ രീതിയിൽ ഇതേപോലെ ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന ഒരു നിലപാട് പറഞ്ഞാണ് അദ്ദേഹം സാഹിത്യ അക്കാദമിക്കകത്തേക്ക് രാജിവെക്കാൻ കയറിപ്പോയത്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സച്ചിദാനന്ദൻ രാജി സമർപ്പിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും. പ്രവിധ പ്രജിൻ. ശരി, ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.